പൂമംഗലം പടിയൂർ സമഗ്ര കോൾ കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ബണ്ട് റോഡ് മഴയിൽ ഇടിയുന്നു. പടിയൂർ പൂമംഗലം കോൾ വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ബണ്ടാണ് മഴ ശക്തമായതോടെ അരികിടിയുകയും പല സ്ഥലത്തും കുത്തിയൊലിച്ചും പോകുന്നത്. ഇരിങ്ങാലക്കുട MLAയും മന്ത്രിയുമായിരുന്ന ആർ ബിന്ദുവിന്റെ സമഗ്ര കാർഷിക വികസന പദ്ധതിയായ പച്ചക്കുടയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ വകയിരുത്തിയാണ് 240 ഹെക്ടറോളം വിസ്തൃതി വരുന്ന പൂമംഗലം പടിയൂർ കോൾ മേഖലയുടെ വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. ഫെബ്രുവരി ആദ്യമായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം. പടിയൂർ പൂമംഗലം പാടശേഖരത്തിൽ 1.3 കിലോമീറ്റർ ബണ്ട് റോഡ്, 2 സ്ലൂയിസുകൾ, മനക്കൽ കോൾപ്പാടത്ത് 50 HP പമ്പ് സെറ്റ്, എടക്കുളം പടിഞ്ഞാറെ പാടശേഖരത്തിൽ 20 HP പമ്പ് സെറ്റ്, 11ാം ചാൽ മേഖലയിൽ 5 HP മോണോ ബ്ലോക്ക് പമ്പ് സെറ്റ്, ഷൺമുഖം കനാലിൽ VCB കം സ്ലൂയിസ് ട്രാൻസ്ഫോമർ തുടങ്ങിയവയാണ് സമഗ്ര പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 1.3 കിലോമീറ്ററിൽ നിർമ്മിക്കുന്ന ബണ്ട് റോഡാണ് മഴ പെയ്തതോടെ ഇടിഞ്ഞുപോകുന്നത്. കാലവർഷം ശക്തമാകുന്നതോടെ ബണ്ട് മണ്ണിട്ടുയർത്തിയതെല്ലാം ഒലിച്ചുപോകുമെന്ന ആശങ്കയിലാണ് കർഷകരും പൊതുജനങ്ങളും. ഗുണമേന്മയുള്ള മണ്ണിട്ട് ബണ്ട് ബലപ്പെടുത്താതെ മണ്ണിട്ടു പോകുന്നതിനാലാണ് മഴ പെയ്യുമ്പോൾ കുത്തിയൊലിച്ചു പോകാൻ കാരണമെന്ന് BJP പടിയൂർ പൂമംഗലം പഞ്ചായത്ത് കമ്മിറ്റികൾ കുറ്റപ്പെടുത്തി. തകർന്ന ബണ്ട് ഗുണനിലവാരത്തോടെ ഉടൻ പുനർനിർമ്മിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് പടിയൂർ പഞ്ചായത്ത് അംഗം ബിനോയ് കോലാന്ത്ര ജില്ലാ കളക്ടർക്കും KLDCക്കും കൃഷി ഓഫീസർക്കും പരാതി നൽകി. എന്നാൽ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ ബണ്ടിന്റെ ഇരുവശത്തും കയർ ഭൂവസ്ത്രം അണിയാനുള്ള തയ്യാറെടുപ്പിലാണെന്നും എന്നാൽ ഇടമഴ പെയ്തതാണ് തിരിച്ചടിയായതെന്നും പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി പറഞ്ഞു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.